ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ നേരം പൊളിപ്പിച്ചു ഗായ്സ്. ഇപ്പം നമ്മളെ ലക്ഷ്യം അടുത്ത വണ്ടി നോക്കലാണ്. പല്ലിയേക്കാണ്ട് നടക്കൂല. ഇവൻ അത്രയ്ക്ക് ശുദ്ധിയുള്ള മനുഷ്യനാണ് ഗായ്സ്, ശുദ്ധിയുള്ള മനുഷ്യൻ. ഞാനും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഞാൻ വളരെ ശുദ്ധി കൂടിയ മനുഷ്യനാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മളിങ്ങനെ മന്ദമായി നടക്കുകയാണ്. ഇനി നമ്മളെ ലക്ഷ്യം ചായ അല്ലേ പിക്കാൻ, ചായയാണ് നമ്മളെ ലക്ഷ്യം. ചായ മസാല വശം അല്ലേ? അങ്ങനെ ഇതാ ഞാനും എത്തിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണുള്ളത് ചായ കുടിക്കാൻ. ചായയും ഇതായിക്കുന്നിപ്പിക്കാൻ ഇതായിക്കുന്നേ പിന്നെ നോക്കേ ഇവിടെ നിന്നൊന്നുമില്ല ഉണ്ടാവാ. മസാല ദോശ നെയ് റോസ്റ്റ് വന്നു. നമ്മളെ നെയ് റോസ്റ്റ് എപ്പിക്കിൻ്റെ ഉണങ്ങിയ പൂരി ഗായ്സ്. എൻ്റെ നെയ് റോസ്റ്റാണ് ഗായ്സ്. നെയ് റോസ്റ്റാണ് നമ്മൾ ഏടെ പോലെ ഞാൻ കഴിക്കല്. എൻ്റെ വീക്കെൻഡ്സാണ് നെയ് റോസ്റ്റ്. നമ്മളിപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ കോട്ടയം ജില്ലയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ ദേശീയ വാഹനമാണല്ലേ? എല്ലാവരും ദേശീയ വാഹനമല്ല. അപ്പം നമ്മളതിലൊന്ന് സഞ്ചരിക്കണം തീർച്ചയായിട്ടും. ജില്ലയിലൂടെ നമ്മളിത് ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മൂലയാണ് നമുക്കറിയില്ല, പക്ഷേ ഏതെല്ലോ മൂലയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കായമുഖിയ എന്ത് അതുപോലെ ആലുമൂട് ഗായ്സ്. നമ്മൾ ആലുമൂടിലൂടെ ഇങ്ങനെ ആലുമൂടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓട്ടോയിൽ കോട്ടയം ജില്ലയിലൂടെ. ആൾക്കാർക്ക് പണിന് നടപ്പാടെയാണ് കോട്ടയം. അത് പക്ഷേ ഇതുവരെ സംഭവമായില്ല, പണി തീർന്നിട്ടില്ല. അതാണ് ഇത് നമ്മൾ എപ്പോഴും കാണുന്നില്ല ടി വിയിൽ ഗായ്സ്. കോട്ടയത്തെ നടപ്പാത കുറേ വർഷങ്ങളായി ഇതിങ്ങനെ കാണുന്നു ടി വിയിൽ, പക്ഷെ അതിന്ന് കാണാൻ സാധിച്ചു. ഇതെന്തെങ്കിലും നടക്കുമോ? തിരുമ്പ് പിടിച്ചതേ കോട്ടയം ബസ് സ്റ്റാൻഡ് ഗായ്സ്. കോട്ടയം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയണ്ടേ, ചെറിയൊരു ഒപ്പിക്കാം, ചെറിയൊരു ബസ് സ്റ്റോപ്പ് അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഗായ്സ്. ഇതിൻ്റെ ബേക്കിൽ തന്നെയാണ് നമ്മളത്. ഒരു മെച്ചം എന്ന് പറയുന്നത് ഇതിൻ്റെ ബേക്കിലാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ബേക്കിൽ തന്നെയാണ് നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ വണ്ടി നടപടിയായിട്ടില്ല. നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് വീണ്ടും നമ്മൾ കണ്ണൂരേക്ക് തിരിക്കലാണ് ഗായ്സ്. ഞാൻ എത്തിക്കും പിന്നെയും ഇതാ നമ്മൾ കോട്ടയത്ത് നിന്ന് കണ്ണൂരേക്ക് അടുത്ത ട്രെയിനായി നമ്മൾ കാത്തു നിൽക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് ഗായ്സ്. നമ്മൾ കണ്ണൂർ തന്നെയാണ് ഗായ്സ്. ബസ് സ്റ്റോപ്പ് അല്ലേ, ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനെല്ലാം വേറെ ലെവലാണ് ഗായ്സ്. കണ്ണൂർ കോട്ടയം അടിപൊളി തന്നെയാണ്, പക്ഷെ കോട്ടയം നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര വലുതല്ല അല്ലേ, ഒരു വികസനം കുറവാണ്. പക്ഷെ നമ്മൾ കണ്ണൂർ വേറെ ലെവലാണ് ഗായ്സ്. അപ്പോഴേക്ക് എന്താ പറയുള്ളേ, ശരിയല്ലേ? നമ്മൾ കോട്ടയത്ത് നിന്ന് ഇതാ തൃശ്ശൂരെത്തി. തൃശ്ശൂരിന് ഞാനും എപ്പോഴും ഇതാ മേച്ച വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ മേച്ച വണ്ടി കിട്ടാത്തതുകൊണ്ട് വീണ്ടും കതിച്ചു പോകുന്ന വണ്ടിയിലേക്ക് നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ ഇവിടെ കൊണ്ടൊന്നും നമ്മൾ തീരുന്നില്ല. നമ്മൾ തൃശ്ശൂർ കണ്ടു, തൃശ്ശൂരിലെ പല കാഴ്ചകളും കണ്ടു, പക്ഷേ നമ്മൾ കണ്ണൂർ ഗായ്സ്, കണ്ണൂർ തന്നെ അല്ലപ്പിക്ക. അതൊരു നൊസ്റ്റാൾജി തന്നെയാണ് ഗായ്സ് കണ്ണൂർ. അപ്പോൾ ഇതാ നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. നമ്മളെ ട്രെയിൻ ഇതാ ഇവിടെ എത്തി ഗായ്സ്. ഇതാണ് ഇത് നമ്മളെ ട്രെയിനല്ല ഗായ്സ്. നമ്മളെ ട്രെയിൻ ഇതാ ഈ പാലത്തിലൂടെയാണ് വരേണ്ടത് ഗായ്സ്. ഇത് അപ്പുറത്തെ പാലത്തോട്ട് എവിടെയോ പോകുന്ന ട്രെയിനാണ്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ കണ്ണൂർ.